ഓക്കെ, നമ്മൾ ആപ്ലിക്കേഷൻ 2 ആണ് വെഞ്ചുറി മീറ്റർ. ഓക്കെ, ആദ്യം പറഞ്ഞു ഡിവൈസ് എന്തിനു യൂസ് ചെയ്യുന്നു? ടു മെഷർ ദ ഫ്ലോ സ്പീഡ് ഓഫ് എ ഫ്ലൂയിഡ്. ഇതാണ് ഡിവൈസിനെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ ഈ ഡയഗ്രത്തെ കുറിച്ച് നേരത്തെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതൊരു പൈപ്പാണ്, നീളത്തിൽ ഇങ്ങനെ പൈപ്പ് പോവാണ്. ഈ പൈപ്പിൻ്റെ വണ്ണം കൂടിയ ഭാഗമാണ് കാണിച്ചിരിക്കുന്നത്. അവിടുത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എ ആണ്. അതേപോലെ വണ്ണം കുറഞ്ഞ ഭാഗമാണ് സ്മോൾ റീജിയൻ ആണ്. അവിടുത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ സ്മോൾ ലെറ്റർ എ എന്ന് കൊടുത്തു. ഇവിടുത്തെ വെലോസിറ്റി v1ഉം ഇവിടുത്തെ വെലോസിറ്റി v2 ആയിട്ട് നമുക്ക് എടുക്കാം. ഇതാണ് ആ യു ഷേപ്പുള്ള ഒരു ട്യൂബ്, മാനോമീറ്റർ ആണ്. പ്രഷർ ഡിഫറൻസ് മെഷർ ചെയ്യുന്ന ഡിവൈസ് ആണ് മാനോമീറ്റർ. യു ഷേപ്പുള്ളതാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതാണ് നമ്മളിവിടെ കാണുന്നത്. ഓക്കെ, എച്ച് എന്ന് പറഞ്ഞാൽ അതിൻ്റെ റീഡിംഗ് ആണെന്ന് എടുത്താൽ മതി, വേറൊന്നുമില്ല. പിന്നെ നമ്മൾ പറയാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പ്രകാരം a1 v1 = a2 v2 ആണ്. ഇവിടെ a1നും a2നും പകരം വലിയ എയും സ്മോൾ ലെറ്റർ എയും ആണ് യൂസ് ചെയ്തത്. അതുകൊണ്ട് ഇക്വേഷൻ ഇങ്ങനെ എഴുതി. ഇവിടുന്ന് v2 കാണണമെങ്കിൽ എന് എപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ മതി. v2 = a v1/a എന്ന് കിട്ടും അല്ലേ? അതായത് a × v2 അല്ലേ? ഈ എന ഇവിടുന്ന് ഈക്വൽ സൈൻ ഇപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ എന്താ വരിക? ഡിവൈഡഡ് ബൈ എ എന്നാ വരിക. a v1 ഡിവൈഡഡ് ബൈ a, a v1/a, a v1/a എന്ന് കിട്ടും. അതാണ് ഇക്വേഷൻ നമ്പർ 1. പിന്നെ നമ്മളത് ബെർണോളിസ് പ്രിൻസിപ്പിളിൽ നമ്മൾ കൊടുത്തു. ഈ പൈപ്പ് എന്ന് പറയുന്നത് നേർക്കുള്ളതാണ്, നേരെയാണ്, ഹൊറിസോണ്ടൽ ലെവൽ നേരെയാണ്. സോ h1 h2 ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇങ്ങനെ എഴുതുകയും ചെയ്തു. ഈ ഇക്വേഷനിൽ നിങ്ങൾ കാണാം ഇവിടെ ഒരു v2² ഉണ്ട്, കണ്ടോ? ഇത് v2² ആണ്. ഈ v2² ഈ ഇക്വേഷൻ കൊടുക്കാം. v2ന് പകരം ഇത് കൊടുക്കുമ്പോൾ a/a v1² എന്ന് വരും. അപ്പോൾ a/aക്ക് സ്ക്വയർ ഉണ്ടാകും, a/aക്ക് സ്ക്വയർ ഉണ്ടാകും, v1നും സ്ക്വയർ ഉണ്ടാകും. ഓക്കെ, അത് മാത്രമല്ല ഈ ഇക്വേഷനിൽ നിങ്ങൾ കണ്ടോ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ p1 ഉണ്ട് പ്ലസ് ഹാഫ് റോ v1² ഉണ്ട്. റെഡി? ഇപ്പുറത്തുള്ളത് p2 ഉണ്ട്, ഹാഫ് റോ ഇൻറ്റു ഈ മൊത്തം ടേംസ് a/a² v1² ഉണ്ട്. ഈ പ്ലസ് ഹാഫ് റോ v1² കണ്ടോ? ഈ പ്ലസ് ഹാഫ് റോ v1² ഇപ്പുറത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതെന്തായി വരിക? മൈനസ് ഹാഫ് റോ v1² എന്ന് വരും. വേണമെങ്കിൽ നിങ്ങൾ വേറെ കടലാസിൽ എഴുതി നോക്കാം, നോട്ടിന് റൈറ്റ് സൈഡിൽ എഴുതി നോക്കാം. ഇവിടെയുള്ള ഈ p2വിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മൈനസ് p2 എന്നാവും. p1 ഇവിടെ ഉണ്ട്, ഈ p2ന് വന്നാൽ p1 മൈനസ് p2. ഓക്കെ, ഈസ് ഈക്വൽ ടു ഹാഫ് റോ v1² എന്ന് കോമൺ ആയി എടുത്തു. കാരണം ഇവിടെ ഹാഫ് റോ ഉണ്ട്, v1² കണ്ടോ? ഹാഫ് റോ ഉണ്ട്, v1² ഉണ്ട്. ഈ കൊണ്ടുവന്ന ടേമിൽ എന്തുണ്ട്? ഹാഫ് റോ v1² ഉണ്ട്. അതാണ് ഇവിടെ 1 വന്നത്. ഇവിടെ ബാക്കിയുള്ളത് a/a² എന്ന് വരികയും ചെയ്യും. അപ്പം നിങ്ങളൊരു സ്റ്റെപ്പ് വേണമെങ്കിൽ എഴുതി നോക്കിയാൽ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാവും. ഇല്ലെങ്കിൽ എന്നോട് ചോദിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ പറയാണ്, ഓൾറെഡി നമുക്കറിയാവുന്ന കാര്യം പറയാണ്, h ഈസ് ദ മാനോമീറ്റർ റീഡിങ്ങിലെ ഡിഫറൻസ് ആണെങ്കിൽ p1 - p2 = റോ ജി എച്ച് എന്ന് എഴുതാം. റോ ജി എച്ച്. ഇവിടെ റോ എം എന്ന് എഴുതാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, മാനോമീറ്ററിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റിയാണ് റോ എം. മാനോമീറ്ററിൻ്റെ എം ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ p1 - p2, ഇവിടെ p1 - p2 എന്നുള്ളത്. ഓക്കെ, p1 - p2, ഇവിടെയും p1 - p2. അപ്പോൾ ഇക്വേഷൻ 3യും ഇക്വേഷൻ 2 നമുക്ക് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇക്വേഷൻ്റെ ഒരു ഭാഗം സെയിം ആണെങ്കിൽ ഇപ്പുറത്തെ ഭാഗവും നമുക്ക് ഈക്വലായിട്ട് നമുക്ക് എടുക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഭാഗത്തുള്ളത് ഞാൻ പറയുന്നത് ഈ സൈഡും രണ്ട് ഇക്വേഷൻ്റെയും ഒരു സൈഡുകൾ ഒന്ന് നോക്കി എല്ലാവരും. ഇക്വേഷൻ 2വിൻ്റെ ഈ സൈഡും ഇക്വേഷൻ 3ൻ്റെ ഈ സൈഡും സെയിം ആണെങ്കിൽ ഈ സൈഡും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ അതാണ് നമ്മളിവിടെ എഴുതിയത് കേട്ടോ. ആ സൈഡ് എഴുതി, ഇവിടെ ഇങ്ങനെ എഴുതുകയും ചെയ്തു. ഇതിലെ v1² മാത്രം ഇവിടെ നിർത്തി, v1² ഇവിടെ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഈ 2 എന്താ മുകളിലേക്ക് പോകും, 2. ഈ റോ താഴേക്ക് വരും. അതേപോലെ ഈ സ്ക്വയർ ബ്രാക്കറ്റിലുള്ള a/a² - 1 എന്നുള്ളത് താഴേക്ക് വരും. ഈ വരൻ്റെ താഴേക്ക് വരേണ്ടതാണ്. മുകളിലേക്ക് വേണമെങ്കിൽ എഴുതാം. പവർ എന്താക്കി എഴുതിയാൽ മതി? -1 എന്ന് കൊടുത്തെഴുതാം. റെഡി? ഇത് v1² ആണ്. ഇപ്പോൾ v1 കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ റൂട്ട് എടുക്കണം. അപ്പോൾ റൂട്ട് v1² എന്നാൽ v1 ആണ്. അപ്പോൾ ഇതിന് റൂട്ട് വരും √2 റോ എം, അങ്ങനെ കാണാം, √2 റോ എം gh/ρ.
ഈ ടേം റൂട്ടിൻ്റെ ഉള്ളിൽ വരേണ്ടതായിരുന്നു. റൂട്ടിൻ്റെ ഉള്ളിൽ ഒഴിവാക്കിയത് കൊണ്ട് നമുക്ക് -1/2 എന്നുള്ള കൊടുത്തു. അതായത് ഒരു ടേമിനെ റൂട്ട് നമ്മൾ പവറിൻ്റെ ടേമിലേക്ക് എഴുതുകയാണെങ്കിൽ നമുക്ക് കിട്ടുക, അത് പവർ കൊടുത്ത് എഴുതുകയാണെങ്കിൽ വരുന്നത് എന്താണെന്നറിയോ, 1/2 എന്നാണ്. റൂട്ട് എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ പവർ കൊടുത്തപ്പോൾ 1/2 എന്ന് കിട്ടും. ഇവിടെ -1 എന്നുള്ള ടേം ഉള്ളത് കൊണ്ട് ആ ടേം നമുക്ക് -1/2 എന്ന് എഴുതിയെടുക്കാം. നമ്മൾ പറഞ്ഞു വെഞ്ചുറിമീറ്റർ യൂസ് ചെയ്യുന്നത് കാർബറേറ്റർ ഓഫ് ഓട്ടോമൊബൈൽ, ഫിൽറ്റർ പമ്പ്, ബെൻസൺ ബേർണർ, അതേപോലെ അറ്റോമൈസർ ആൻഡ് സ്പ്രേയർ. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ചാപ്റ്റർ തന്നെ ഡിസ്കസ് ചെയ്യുകയും ചെയ്യും. നേരത്തെ പറഞ്ഞ പോലെ ചെയ്യേണ്ട കാര്യം ഒരു 3 പ്രാവശ്യം വായിച്ച് നോക്കുക, 3 പ്രാവശ്യം എഴുതി പഠിക്കുക, നന്നായിട്ട് വർക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഇതൊക്കെ പഠിച്ചെടുക്കാൻ കഴിയുള്ളൂ.